ഗൈസ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുകൂട്ടിയിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെറസിലോട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻട്രോ എടുക്കാൻ വീടിനകത്ത് ചെടുക്കാമെന്ന് വെച്ചാൽ എനിക്കൊരു എന്നും നിങ്ങളതല്ലേ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി ഇന്ന് ടെറസിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ക്രിസ്മസ് സീസണാണ്. സോ എൻ്റെ വീട്ടിലെ ക്രിസ്മസ് പ്രിപ്പറേഷൻ വ്ലോഗാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. ഡെക്കറേഷൻസ്, പള്ളി, കുർബാന, ബിരിയാണി, കേക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. പക്ഷേ വിൻ്റർ സീസൺ അല്ലേ, സോ ഞാൻ എന്താ പറയുക, എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് മോശമാവുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് ആ ഒരു വശം വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി സങ്കടമുണ്ട്. എന്നാലും ക്രിസ്മസ് ഇസ് മൈ ഫേവറേറ്റ് സീസൺ. ഡിസംബർ ഇസ് മൈ ഫേവറേറ്റ് മന്ത്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ക്രിസ്മസ് എൻ്റെ വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ്, ക്രിസ്മസ് സംഭവങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ക്രിസ്മസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു വൈബ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 1 തന്നെ വരും കേട്ടോ. ബിക്കോസ് എവിടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 1 മുതൽ നമുക്ക് വീട്ടിൽ കത്തിക്കാൻ വേണ്ടിയിട്ടൊരു തിരി പള്ളിയിൽ നിന്ന് തരും. അപ്പോൾ ആ തിരിയിൽ നിന്നാണ് നമ്മുടെ ഓക്കെ ക്രിസ്മസ് ആയി, ഒരു 5 തിരി തരും കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ 5 ആഴ്ച കൂടി 5 സൺഡേസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണെന്നൊരു തോട്ട് വരുന്നത് ആ ഒരു സംഭവത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വൈബ് വരുന്നത് കരോള് വരുമ്പോൾ, സത്യം പറഞ്ഞാൽ ഫുള്ളൊരു ക്രിസ്മസ് വൈബ് കയറി വരുന്നത് പള്ളിയിൽ നിന്ന് ആ കരോള് വരുന്ന ദിവസമാണ്. ഇന്ന് ആ ദിവസമാണ്. അപ്പം നമ്മൾ ആദ്യം ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പള്ളിയിൽ നിന്ന് കിട്ടിയ തിരിയൊന്നും ഇതുവരെയും കത്തിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ തിരിയുടെ സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പള്ളിയിൽ നിന്നൊരു സംഭവം കിട്ടിയിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുതിയൊരു സെറ്റപ്പിലേക്ക് മാറ്റാൻ വേണ്ടി അപ്പോൾ അത് ചെയ്യണം നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് കരോളാണ്. വീട് ഫുള്ള് പരിപാടികളിങ്ങനെ ഡെക്കറേഷൻസ്, ക്രിസ്മസ് ട്രീ, ക്രിബ്, സ്റ്റാർ, ലൈറ്റ്, പിന്നെ കരോളിന് ഫുഡ് കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് വാച്ച്. നമ്മളിതാ ഈ സ്റ്റാൻഡിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 5 മെഴുകുതിരി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ കൊല്ലം കിട്ടിയത് ഈ സംഭവമായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാൻഡിൽ കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു ചെറിയ ബോർഡ് പോലത്തെ സംഭവത്തിൽ ഞാൻ മെഴുകുതിരിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് അലുക്കുലുത്ത് ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്ത് വെച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതാണ് കുറേ കൂടി ഇഷ്ടപ്പെട്ടത്. എന്താണെന്നറിയില്ല, എനിക്ക് മറ്റെന്തോ അതുപോലെ അത് ഞാൻ താഴത്തെ മെഴുകുതിരി കത്തിക്കുമ്പോൾ മുകളിലത്തേക്ക് കത്തിപ്പോകുന്നുണ്ടായിരുന്നു ഗൈസ്. അതാണ് ഞാൻ മെയിൻ കാരണം ഇതിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാറ്റിയപ്പോൾ ഇതിങ്ങനെയാണ് ലുക്ക്. നിങ്ങൾക്ക് ഇതാണോ മറ്റതാണോ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഹാർട്ട് കമൻറ്റ് ചെയ്യൂ. ഓക്കെ ഗൈസ്, റെഡ് ഹാർട്ട്. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ കഴിഞ്ഞ വർഷം ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ എടുത്ത മണ്ടേ കയറ്റിയ സാമഗ്രികളുണ്ടല്ലോ, ക്രിസ്മസ് ട്രീയിലിടുന്ന സംഭവങ്ങൾ, ആ ബോൾസ്, സ്റ്റാർസ് സംഭവങ്ങൾ, അത് പിന്നെ നമ്മുടെ ക്രിബിനകത്ത് വയ്ക്കുന്ന ക്രിബ് സെറ്റൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തു. ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയാണ് കേട്ടോ. അതൊക്കെ എടുത്ത് താഴെ വെച്ച് സൂക്ഷിച്ച ആ ക്രിബ് സെറ്റൊക്കെ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് ഞാനും അവളും കൂടി സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം വരിയിട്ട് പഴയ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരിതില്ല, ആ ഒരു ഉൾപ്ലകത കൊള്ളുകയായിരുന്നു കേട്ടോ. എല്ലായിടത്തും പുറത്തൊക്കെ ഇട്ട് നോക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം ഒന്ന് താഴെ ഇറക്കി വെച്ച് ഇതെല്ലാം എടുത്ത് വെച്ച് കണ്ടു. ബാക്കിയെല്ലാം ചെയ്ത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ലൈറ്റൊക്കെ കത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി, എന്താ പറയുക, നമ്മൾ ഒന്നെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നൊക്കെ പറയില്ല. എൻ്റെ പണി അതായിരുന്നു ഗൈസ്. ഇതൊന്നും ഞാൻ ചെയ്തില്ല, ഇനി ബാക്കിയൊന്നും. അങ്ങനെ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി, സംഭവങ്ങളൊക്കെ അടിപൊളിയാണോ, ഇനി പുതിയത് വാങ്ങണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വാങ്ങണ്ട, കാരണം ഇപ്പോൾ സമയമില്ല, വൈകിട്ട് കരോൾ വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പണിയെല്ലാം നമുക്ക് ചെയ്ത് തീർക്കണം. വാങ്ങാൻ പോയാൽ ഒന്നും നടക്കാൻ പോണില്ല. വാങ്ങിയാൽ തന്നെ ഒടുക്കത്തെ പൈസയായിരിക്കും. പിന്നെ വന്നത് സെറ്റ് ചെയ്യാനെന്നുള്ള ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെ എന്ന് ചെയ്യാം എന്നൊരിതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്കിതൊക്കെ ഒന്ന് മാറ്റാൻ
മാറ്റണം, പുതിയത് വാങ്ങണം എന്ന് എല്ലാ ക്രിസ്മസിനും തോന്നും കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല ഗൈസ്. കഴിഞ്ഞ വർഷം കുറേ പുതിയത് വാങ്ങിച്ചു തന്നു ഗൈസ്. അതുകൊണ്ട് ഇനി ഇക്കൊല്ലം വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിചാരിച്ചു ഇക്കൊല്ലം ഇതൊക്കെ മതി. കാരണം ബഡ്ജറ്റും കുറച്ച് കമ്മിയാണ് ഗൈസ് ഇക്കൊല്ലം. അതുകൊണ്ട് നമുക്ക് വിചാരിച്ചു ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതായത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ റീത്താണേ. അപ്പോൾ ആ സാധനം ഞാൻ എടുത്തപ്പോഴേക്കും ഞങ്ങൾ കാർഡ്ബോർഡിലാണ് റീത്ത് ചുറ്റി എടുത്തത്. പക്ഷേ ആ കാർഡ്ബോർഡ് ഒടിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ അത് മാറ്റാം എന്നൊരു ഐഡിയ വന്നു. അങ്ങനെ അത് മാത്രം ഇളക്കിയെടുത്ത് ഇനി ഒരു കാർഡ്ബോർഡൊക്കെ വെട്ടി സെറ്റ് ചെയ്യണം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഞാൻ റീത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഉടനെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അത് ചെയ്ത ശേഷം പിന്നെ ഞാൻ മറ്റേ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന സാധനങ്ങളില്ലേ, മറ്റേ ബോൾസ്, ബെല്ല്, സ്റ്റാറ്, ക്രിസ്മസ് അപ്പൂപ്പൻ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം ഉണ്ടോ, ഇനി അതെല്ലാം കൊണ്ട് മണ്ടയിൽ വെച്ചിരുന്ന് എലി തിന്നോ എന്നൊക്കെയാണ് ഈ നോക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എന്തോ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നത്. അല്ല, എല്ലാ സാധനങ്ങളും കഴിഞ്ഞ വർഷത്തെ ഓരോന്നും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. പറയാൻ പറ്റില്ല, വീട്ടിൽ അങ്ങ് മുകളിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്നും എടുക്കണമല്ലോ. അതുകൊണ്ട് ഇനി എലി വല്ലതും കൊണ്ടുപോയാലോ എന്നുള്ള ഒരിതിൽ അതെല്ലാം നോക്കിയപ്പോഴത്തേക്ക് എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാം വാരി അവിടെ ഇട്ടിട്ട് നമ്മൾ ട്രീയുടെ മണ്ടയ്ക്ക് കയറാനാണ് പോയത്. ഞാൻ ആദ്യം വിചാരിച്ചു ട്രീയുടെ ആ ഗ്രീൻ സംഭവം മാറ്റി പുതിയത് വെക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിതെല്ലാം ഈ അഴിച്ച് പറക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അഴിച്ചു കഴിഞ്ഞാൽ ഇക്കൊല്ലം വാങ്ങാൻ പൈസ തരില്ല. ഇത് ഇങ്ങനെ ഒരു മീറ്റർ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. ആ സംഭവത്തിന് 40-50 രൂപ ഗൈസ്. ഒരു 3-4 ഉണ്ടെങ്കിലേ ഇത് ചുറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് വാങ്ങിച്ച് തരൂല എന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇളക്കിയെടുത്തെല്ലാം ഞാൻ തന്നെ തിരിച്ച് മിണ്ടാതെ ചുറ്റി വെച്ചു ഗൈസ്. അല്ലാതെ വേറെ വഴിയില്ലല്ലോ, നമ്മളെ പൈസ ഇല്ല ഗൈസ് വാങ്ങാൻ. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചതിന്. പിന്നെ അതെല്ലാം അഴിച്ചെടുത്ത് അതുപോലെ ചുറ്റി വെച്ചു ഗൈസ്. അഴിച്ചതിനെ അതുപോലെ തന്നെ വെച്ചു. കാരണം ഞാൻ വച്ചില്ലെങ്കിൽ എനിക്ക് നല്ലത് കിട്ടും, അതുകൊണ്ട് അത് വെച്ചു. പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ നമ്മുടെ മറ്റേ സംഭവങ്ങളില്ലേ, മറ്റേ പുൽക്കൂടിനകത്ത് വയ്ക്കുന്ന ഉണ്ണീശോയും മാതാവിനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ വൈക്കോലിനകത്ത് പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്, കളറൊക്കെ പോകാൻ ചാൻസ്. അപ്പോൾ നമ്മളെടുത്ത് നോക്കി, ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങൾ കഴിഞ്ഞ പോലെ ഇത് പെയിൻറ്റ് ചെയ്തില്ലായിരുന്നേ. സോ ഇനി പെയിൻറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് കൊണ്ട് ഞങ്ങൾ എടുത്ത് നോക്കിയേട്ടാ. പക്ഷേ പെയിൻറ്റ് ചെയ്യേണ്ടി വന്നില്ല. അടിപൊളിയായിട്ട് തന്നെ അത്യാവശ്യം നല്ല കളർ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് പൊടി അലർജി ആയതുകൊണ്ട് എൻ്റെ സിസ്റ്ററിനെ ഞാൻ പുൽക്കൂടിൻ്റെ പൊടി അടിച്ച് തൂത്ത് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഗൈസ്. ആ സമയം കൊണ്ട് നമുക്കടുത്ത പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബിക്കോസ് കരോൾ വരുമ്പോൾ ഫുഡ് കൊടുക്കണ്ടേ. ചിക്കൻ കറി എൻ്റെ വകയാണ് ഗൈസ്. സോ എൻ്റെ സ്വന്തം ചിക്കൻ കറി, ഞാനാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. എന്ത് ചെയ്യാം, കുറച്ച് കഴിവേറിയാണ് ഞാൻ ആളായാലും. അങ്ങനെ നമ്മൾ ഉള്ളി അരിയാൻ വേണ്ടിയിരുന്നു ഗൈസ്. ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളി സവാള ഗിരിയായിരുന്നു ഗൈസ്. നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് സവാള അരിയുന്നത്. മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുമെന്നൊക്കെ പറയണം, ചിലതൊക്കെ ശരിയാണ്. അപ്പോഴത്തേക്കും എൻ്റെ മറ്റേ സിസ്റ്റർ വന്നു. അവളിതാ ക്രിസ്മസ് ട്രീ ഒക്കെ ഷെഡബിടീന്ന് സെറ്റ് ചെയ്യുന്നു. ഞാൻ ഉള്ളി അരിയുന്നു. വീട്ടിൽ പപ്പ ഇടിയപ്പം ഉണ്ടാക്കുന്നു. നമുക്ക് കരോളിന് കൊടുക്കാൻ ഫുഡ് ഇടിയപ്പവും ചിക്കൻ കറിയാണ്. സോ ഇടിയപ്പം ഉണ്ടാക്കുന്നു, ഇടിയപ്പത്തിൻ്റെ കറക്കൽ നടക്കുന്നു. ഇടിയപ്പം അപ്പോൾ പപ്പയാണ് വയ്ക്കുന്നത്, ചിക്കൻ കറി ഞാനും. അതുകൊണ്ട് എൻ്റെ ചിക്കൻ കറി അടുപ്പിൽ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ കറി വയ്ക്കുന്നത് ഗൈസ്. സോ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് അടുപ്പത്ത് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് വയ്ക്കുന്നത് ഗൈസ്. നമ്മളിങ്ങനെ ഹെവി ആയിട്ടൊക്കെ വയ്ക്കുമ്പോൾ വിറകടുപ്പാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി ഒടുക്കത്തെ പണിയിലാണ് ഗൈസ്, ഒടുക്കത്തെ പണി. പുൽക്കൂടിന് പുറത്ത് സംഭവങ്ങളൊക്കെ വെച്ച് നമ്മളെ മറ്റേ പുൽക്കൂടിൻ്റെ കൂരയൊക്കെ ഉണ്ടല്ലോ, അത് ഇലയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നു. ഏതൊക്കെ കാട്ടിപ്പോയി പാവ ഈ രാത്രി പറിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. നല്ല കൊച്ച് വൈകിട്ട് ഒരു ട്യൂഷന് പോയിട്ട് വന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത്രയും നല്ല കുട്ടി എവിടെ നിന്ന് കിട്ടും ഗൈസ്. അങ്ങനെ അവളെല്ലാം സെറ്റ് ചെയ്ത് പുൽക്കൂടൊക്കെ ടൈമായപ്പോൾ അടിപൊളിയാക്കി ലൈറ്റൊക്കെ ഇട്ട് ട്രീ സെറ്റ് ചെയ്ത് വീട്ടിൽ സ്റ്റാർ തൂക്കി എല്ലാമൊക്കെ എൻ്റെ കൊച്ച് നല്ല കുട്ടിയായിട്ട് ചെയ്തു ഗൈസ്. അവളുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അതിൻ്റെ പകുതി പണി പപ്പയാണ് ചെയ്തത് കേട്ടോ. മുകളിൽ കിടക്കുന്ന ലൈറ്റെല്ലാം പപ്പയാണ് ഇട്ടത്. ബാക്കി ഈ പുൽക്കൂട് സ്റ്റാറൊക്കെ അവളാണ്, പുൽക്കൂടും ക്രിസ്മസ് ട്രീയൊക്കെ അവൾ സെറ്റ് ചെയ്ത് നമ്മളെ വീട് ഫുള്ളി ഓൺ ക്രിസ്മസ് വൈബ് ഓൺ ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വീട്ടിലെ ട്രീയും പുൽക്കൂടൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ വന്നു ഗൈസ്. അപ്പൂപ്പൻ്റെ ഡാൻസ് നിങ്ങൾക്കിനി കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ പള്ളിയിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന ഉണ്ണീശോയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ട്. ഫുഡൊന്നും കഴിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ടൈമില്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മളെ ഫുഡ്. അപ്പോൾ നമുക്കിനി നമ്മുടെ സിസ്റ്റേഴ്സിനോട് എൻ്റെ ചിക്കൻ കറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം ഗൈസ്.
സൂപ്പർ കറിയാണ്. കള്ളണ്ടോ? സത്യം പറഞ്ഞാൽ മതി. ഇത്തിരി എരി കൂടി പോയി. കുഴപ്പമില്ല, നമ്മൾ കഴിക്കുമ്പോൾ അധികം എരി തോന്നിപ്പിക്കാറില്ല. Malu, come on. Tell me about my curry. വാ തുറന്ന് പറയണം. സൂപ്പർ പക്ഷേ എനിക്ക് തിന്നാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കറി കൊള്ളാം. അപ്പോൾ ഗൈസ് നമ്മുടെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എൻ്റെ അനിയത്തിമാർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അതാ നമ്മുടെ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസ് കെയറോൾ കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻ വ്ലോഗ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ പുറകെ നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആൻഡ് എ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ.